നമ്മളിന്ന് പോകുന്നത് കോഴിക്കോടിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ട്രീറ്റിലേക്കാണ്, SM സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തെരുവിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശസ്തനായ നോവലിസ്റ്റ് SK പൊറ്റക്കാടിൻ്റെയും വളരെ പ്രശസ്തമായ നോവലുകൾ ഒന്നാണ് തെരുവിൻ്റെ കഥ. അപ്പോൾ അദ്ദേഹം ആ ഒരു നോവലിൽ പറയുന്നത് തന്നെ ഈ ഒരു കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ചും ഈ ഒരു തെരുവിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നോവലിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പെയിൻറ്റിങ് രൂപത്തിൽ ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയൊക്കെയാണ് നമുക്ക് അകത്തോട്ട് കിടക്കാം. അപ്പോൾ മിഠായി തെരുവ് എന്നാണ് എല്ലാവർക്കും ഈ ഒരു തെരുവിനെ കുറിച്ച് അറിയുന്നത്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് പറയുന്നത് SM സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോഴും എപ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹൽവയാണ്. അപ്പോൾ കോഴിക്കോട്ടിലെ ഹൽവ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ നാട്ടിലെ ഹൽവ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയും പ്രശസ്തവുമാണ് കോഴിക്കോടിലെ ഹൽവ. അപ്പോൾ ആ ഒരു ഹൽവയെ SK പൊറ്റക്കാട് പറഞ്ഞത് മധുരമുള്ള മാംസം എന്നാണ്. മാംസം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഹൽവേനെയാണ്. അപ്പം ആ ഒരു വേർഡിൽ നിന്ന് ബ്രിട്ടീഷുകാരിട്ട പേരാണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന്. അങ്ങനെ അത് ഷോർട്ടാക്കി SM സ്ട്രീറ്റ് എന്നാക്കി. അപ്പോൾ പലർക്കും SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, മിഠായി തെരുവ് എന്ന് പറഞ്ഞാലാണ് അറിയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു, മിഠായി തെരുവ് എന്ന് പറഞ്ഞാലായിരുന്നു എനിക്കും അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇതിൻ്റെ ആക്ച്വൽ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഒരു പാസ് ചെയ്തതെന്ന് മാത്രം. അതുപോലെ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രി തുടങ്ങുന്ന ഭാഗം തൊട്ട് അങ്ങ് വരെയും ഇവിടെ കടകളാണ്. അപ്പോൾ നമുക്കിനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലാണ് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. അപ്പോൾ ഈ കോഴിക്കോട് വന്നവരാരും ഇവിടെ ഈ തെരുവിൽ എന്തായാലും വരാതെ പോയി കാണത്തില്ല. അപ്പോൾ നമുക്ക് ഹൽവ മേടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് നോക്കുന്നത്. അപ്പോൾ അത്രയ്ക്കുണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് എൻഡിലോട്ട് നമുക്ക് പോകുമ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹൽവ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വന്ന ഹൽവ എന്ന് പറയുമ്പോൾ പിന്നെ കോഴിക്കോടിലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് നാട്ടിലെ ഹൽവ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഫേമസ് ആണ് കോഴിക്കോട്ടിലെ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഈ ഹൽവകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കും കേട്ടോ. അല്ലാതെ തന്നെ ഞാൻ വന്നപ്പോൾ വെറൈറ്റി ആയിട്ട് ഇവർ പറഞ്ഞു പച്ചമുളകിൻ്റെ ഹൽവ, കരിക്കിൻ്റെ ഹൽവ, ബീട്രൂട്ട് അങ്ങനെ എന്തോ ഒരു ഹൽവ, അങ്ങനെ ഈന്തപ്പഴത്തിൻ്റെത്, അങ്ങനെ കുറേ ഹൽവകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നെ. ഈന്തപ്പഴമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കരിക്കും അതുപോലെ തന്നെ നല്ല മധുരമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹൽവകളൊക്കെ കാണാൻ പറ്റും, കഴിക്കാനും പറ്റും കേട്ടോ. എല്ലാ കടകളിലും കയറി കഴിഞ്ഞാൽ അവർ ഇച്ചിരി തരും. അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്ത് അത് കഴിച്ചാൽ മതി, വയറ് ഫുള്ളായി. ഇതുപോലെ ഒരു കടയല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇഷ്ടം പോലെ ഹൽവക്കട കാണും. ഇഷ്ടം പോലെ ഒരു ഏറ്റവും അവസാനം ഡോമിനേറ്റർ. ഇതിനകത്തൊരു തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിനകത്തൊരു തിയേറ്റർ ഇല്ലയോ? നമ്മൾ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എനിക്കറിയില്ല. ഒരു തിയേറ്റർ ഉണ്ട്. ഇതങ്ങ് നീണ്ട പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതിന്റെ മുകളിലൊക്കെ കത്താത്തോന്നാന്ന് തോന്നുന്നു കേട്ടോ. കോഴിക്കോടിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സ്ട്രീറ്റാണ് ഇതാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഹൽവയുടെയൊക്കെ ഒരു കുറേ കാണാൻ പറ്റും. ഹൽവ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ. അതാണ് തിയേറ്റർ. ഇപ്പം ഇവിടെ ഓടുന്ന വാലിക്കോട്ടെ വാലിബനാണ് രാധ കണ്ട മിഠായി തെരുവിനുള്ളിലുള്ളത്. ആപ്പാടെ ഒരു തിയേറ്ററാണ് രാധ. അതുപോലെ തന്നെ കേരളത്തിലെ ഏക പാർസിറ്റബിളായ അജ്മബാഗ് നമ്മുടെ ഈ കോഴിക്കോട് മിഠായി തെരുവാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഒരു 18ാം നൂറ്റാണ്ടോട് കൂടി എന്തോ അവരിവിടെ വന്നതാണ്. അപ്പോൾ ഈ ബാസി എന്ന് പറയുന്ന ഒരു സമുദായമാണ്.
അപ്പോൾ അവർ വന്ന് പണിത ഒരു ടെമ്പിളാണിത്. അപ്പോൾ നിലവിലിപ്പം അധികം പാർസികളൊന്നുമില്ല, ഉള്ളതിൽ ഏക മാർഷലുകളാണ് ഇപ്പം നിലവിലുള്ള ഈ ഒരു ടെമ്പിൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ചെന്ന് കാണാമെന്ന് വെച്ചാൽ നമുക്ക് അകത്തോട്ട് ചെന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. പക്ഷേ പറ്റത്തില്ല, അതിനകത്തുനിന്ന് ഒരാളിങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു കേട്ടോ, അതുകൊണ്ട് തിരിഞ്ഞു നിന്ന്. ആൾക്കാർ മരിച്ചാലുണ്ടല്ലോ, ആ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവർ ദഹിപ്പിക്കത്തില്ല, അവർ ഈ കഴുകനെ തിന്നാൻ കൊടുക്കുമെന്നാണ് പറയാറ്. ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്, പക്ഷെ അറിയത്തില്ല. ഇവിടെ അങ്ങനെ ചെയ്യാറില്ല, പകൽ വന്നാലും രാത്രി വന്നാലും തിരക്കിനൊരു കുറവില്ല. ഇതുപോലെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഇതിലേക്കൂടെ നമുക്ക് വണ്ടികളൊന്നും പോകുന്നത് അലൗഡല്ല, പക്ഷെ അതിനിടയിൽ കൂടെ പോകുന്നുണ്ടോ വണ്ടികൾ, ഇത്രയും തിരക്കുള്ള ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, ഇത് ഇവിടുത്തെ ഏതോ ലോക്കൽസാണ് കേട്ടോ, നമുക്ക് പോയി ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല, നല്ല താങ്ങ് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകേണ്ടി വരും. ഉമ്മാരുടെ അടുത്തൊക്കെ പറയാൻ ചെന്നാലേ നമുക്ക് തന്നെ ആദ്യം തല്ലിയിട്ടു, അത്ര അടുപ്പിടിവാകാന്നാണല്ലോ നമ്മൾ അതാ പോകുന്നുണ്ടോ. എന്തോന്നുണ്ട് ഈ തിരക്കിനിടയിലൂടെ ഇത് സത്യം പറഞ്ഞാൽ ഇതിലെ കൂടെ വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രീറ്റിൽ വണ്ടി അലൗഡല്ല ഇതിലെ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വന്നപ്പോൾ എന്താണ്ട് ഈ ഒരു കട ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, ഫുള്ള് പച്ചപ്പ് കേട്ടോ. അതിനകത്ത് കുത്തിക്കേട്ടാൽ ഇനി ചെടികളൊന്നുമില്ല, അത്രയ്ക്ക് ചെടികൾ അതിനകത്തുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ജ്യൂസ് കോർണർ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എൻഡിലെത്താറായിട്ടോ, എൻഡിലെത്തി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹൽവയുടെ ഷോപ്പുകളാണ്. നേരത്തെ വാങ്ങിച്ചേട്ടോ, ഫുള്ള് കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ടോ. നമ്മൾ ഏകദേശം ഒരു 7 മണിക്കാണ് ഉള്ളിൽ കയറിയത്, ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണിയായപ്പോഴത്തേക്ക് തിരക്കെല്ലാം കുറഞ്ഞ് ഷോപ്പെല്ലാം അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ എന്താണ് മിഠായി തെരുവിലെ കാഴ്ചകൾ കണ്ടോ. ബൈ ബൈ. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഠായി തെരുവിലെ വീഡിയോകൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ബൈ, സീ പറഞ്ഞു. ഓക്കെ ബൈ ബൈ, സീ യു.